എല്ലാവരുടെയും വിചാരം ഹിപ്നോസിസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്നാപ്പ് ചെയ്യുമ്പോഴേക്കും ബോധം പോകുന്ന, അല്ലെങ്കിൽ ബോധം കെട്ടുകിടക്കുമ്പോൾ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ ഒരു സംഭവമേ അല്ല ഹിപ്നോസിസ് എന്ന് പറയുന്നത്. കാരണം പല മൂവീസിലും ഡെപിക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണല്ലോ. എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേറ്റ് ആണ് ട്രാൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടിരുന്നു, കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ അതിൽ മുഴുകി കഴിയുമ്പോൾ ചിലപ്പോൾ അതിലത്തെ നായകൻ കരയുമ്പോൾ നമ്മളും കരയും. പെട്ടെന്ന് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നിയിട്ടില്ലേ? അതെന്താന്ന് വെച്ചാൽ നമ്മൾ മൂവി തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് അതിലേക്ക് മുഴുകുമ്പോൾ നമ്മൾ ട്രാൻസിലാണ്. ഇപ്പൊ ഈ ഒരു ചെടിച്ചട്ടി കണ്ടാൽ ഇതൊരു പച്ചയിലയാണ്, ഇതിങ്ങനെയാണ്, ഇത് പ്ലാസ്റ്റിക് ആണോ, പല തോട്ട്സ് എന്റെ മൈൻഡിലുണ്ടാവും. അതിനേക്കാൾ ഉപരി ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എൻ്റെ ഉള്ളിലെ കറക്റ്റ് തോട്ട്സ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ആ ഒരു സ്പേസിലേക്ക് എത്താനായിട്ട് നമ്മുടെ ആ ക്രിട്ടിക്കൽ തോട്ട്സിനെ ബൈപ്പാസ് ചെയ്യണം. ഈ ക്രിട്ടിക്കൽ ഫിൽട്ടർ പാസ് ചെയ്തുകൊണ്ട് എത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ട്രാൻസ്. എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ആ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രോബ്ലം, ആദ്യം വർക്ക് ചെയ്ത ഒരു സ്ഥലത്ത് അദ്ദേഹം ആഗ്രഹിക്കുന്ന റെസ്പെക്റ്റ് ഒന്നും കിട്ടുന്നില്ല, ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഹൈക്ക് കിട്ടുന്നില്ല. കൂടെ ജോലി ചെയ്തിരുന്ന ആൾക്ക് പോലും വേറെ ഹൈക്കെല്ലാം വന്ന് കാണുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഇമോഷൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഗോയിങ് ബാക്ക്, ചൈൽഡ്ഹുഡിലും ഇതേപോലത്തെ കമ്പാരിസൺസും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ കോറിലുള്ള ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ഫീലിംഗ് നമുക്ക് മാറ്റാൻ പറ്റും. സോ അവര് വേൾഡിനെ തന്നെ കാണുന്ന രീതി തന്നെ മാറിപ്പോവും. നമ്മളൊരു ലെൻസിൽ കൂടെ മാത്രം കാണുന്ന പോലെയല്ല, ഒരു ഫ്രീഡം വന്ന പോലെയായിരിക്കും വൺസ് വി ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് ബിലീഫ്.